സമകാലികമായൊരു വിഷയമെടുത്താൽ നമ്മുടെ അയൽ രാജ്യങ്ങൾ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ നാടുകളിൽ നടക്കുന്ന ചില സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾ കാലങ്ങളായി കേട്ടതും നമ്മൾ സ്വപ്നം കണ്ടതുമായ അഖണ്ഡ ഭാരതമെന്ന ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ ആ ഒരു ചിന്ത അത് എത്രത്തോളം യാഥാർത്ഥ്യമാക്കാൻ കഴിയും? എനിക്കൊരു നിരാശയും ഒരു തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവും ഈ കാര്യത്തിലില്ല. കാരണം നമ്മൾ അസംഭവ്യം എന്ന് കരുതിയിരുന്നത് പലതും ഈ തലമുറയിൽപ്പെട്ടവർ കൺമുമ്പിൽ കാണുന്നുണ്ടല്ലോ. നേരത്തെയുള്ള ചർച്ചയിൽ എ പി മാഷ് വളരെ സുന്ദരമായി അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. അസംഭവ്യം എന്ന് കരുതിയിരുന്നതാണ് 370 വകുപ്പ് എന്ന് പറയുന്നത്. കാശ്മീരിലെ 370 വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സേക്രഡ് കൗ, ഒരു വിശുദ്ധ പശുവാണ് എന്നാണ് നമ്മുടെ പൊളിറ്റിക്കൽ നേതാക്കന്മാർ പറഞ്ഞത്. ബാബാ സാഹേബ് അംബേദ്കർ അല്ലെങ്കിൽ എല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, രാജൻ ബാബു തുടങ്ങിയ ഭരണഘടനാ നിർമ്മാതാക്കൾ അവരെന്ന് പറഞ്ഞു ഇറ്റ് ഈസ് എ ടെമ്പററി ആൻഡ് ട്രാൻസിഷണറി ആർട്ടിക്കിൾ എന്നാ പറഞ്ഞത് ആർട്ടിക്കിൾ 370 കുറിച്ച്. ഇതൊരു 10 വർഷത്തിനുള്ളിൽ പുനർചിന്തനം നടത്തി ഇതിനെ ഇല്ലാതാക്കും. കൊഴിഞ്ഞു പോകും ഒരു പഴുത്തില പോലെ എന്നാണ് പറഞ്ഞത്. കൊഴിഞ്ഞു പോകണം ഇത് ഒരു പഴുത്തില പോലെ എന്ന്. പക്ഷേ അത് പഴുത്തില പോലെ കൊഴിയുകയല്ല ചെയ്തത്. അത് വലിയൊരു ശാഖയായോ അത് മരത്തെ തന്നെ കീഴടക്കുന്ന ഒരു ശക്തമായ ഒരു ഒന്നായോ മാറുകയാണ് നമ്മുടെ കൺമുമ്പിൽ നടന്നത്. അതുകൊണ്ടായിരിക്കണം പലരും പറഞ്ഞത് അത് മാറ്റുക സാധ്യമല്ല. ഇപ്പോഴും ചിലർ സ്വപ്നത്തിലൊക്കെ കിടന്ന്, അങ്ങനെ സ്വപ്നത്തിലാണോ അല്ലാതെ എന്നറിയില്ല, ഇപ്പോൾ കേരളത്തിലൊക്കെയുള്ള ചില രാഷ്ട്രീയക്കാർ അവർ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല, ഇതുവരെ മനസ്സിലാകുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പിന്നെ പാർലമെൻറ്റിലെ പ്രതിപക്ഷ കക്ഷിയുടെ പാർട്ടിയും ഒക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് അറിയില്ല. എല്ലാം മാറി മറിയുകയാണ്, അതൊന്നും തിരിച്ചറിയുന്നില്ല. പോട്ടെ, അതെൻ്റെ വിഷയമല്ല, അവരെവിടെയും കഴിഞ്ഞോട്ടെ. അവർ പറയുന്നത് ഇത് മാറ്റാൻ കഴിയില്ല, അതുകൊണ്ട് അത് തിരിച്ചു വരും എന്നാണ്. തിരിച്ചു വരാൻ കഴിയാത്ത വിധം അത് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഭരണഘടനാപരമായി തന്നെ മാറ്റപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ കൺമുമ്പിൽ നടക്കുകയല്ലേ. ഇനിയുണ്ട് ഉദാഹരണങ്ങൾ പറയാം. അതേപോലെ തന്നെ ഇന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിൽ ഉൾപ്പെടുന്ന പല പ്രദേശങ്ങളിലും അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തുകയാണ് അവിടുത്തെ ജനങ്ങൾ. ആ പ്രക്ഷോഭങ്ങളുടെ മുഖ്യ പ്രേരണ എന്താണ് എന്നറിയാമോ? ആ പ്രേരണയ്ക്ക് ഇവിടുന്ന് റോയോ ഒന്നും പോയി പ്രവർത്തിക്കുന്നില്ല. അവരുടെ ഉള്ളിൽ നിന്ന് ഭാരതീയത്വം അത് സടകുടഞ്ഞെഴുന്നേറ്റ് വരികയാണ്. അവർ തിരിച്ചറിയുകയാണ് മുന്നോട്ട് പോകണമെങ്കിൽ എന്തു വേണം എന്ന്. ഇപ്പം ഈ ബംഗ്ലാദേശിൽ ഈ സമീപകാലത്ത് നടന്ന ഈ വലിയ അട്ടിമറിയില്ലേ, ആ അട്ടിമറിയുടെ പ്രധാന കാരണത്തെക്കുറിച്ച് നമ്മൾ എത്ര പേര് സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട്? ഭാരതം അതിശക്തമായി മുന്നോട്ട് വരികയും ലോകരാഷ്ട്രങ്ങൾ സാഹൂതം ഭാരതത്തിൻ്റെ വാക്കുകൾക്ക് ചെവിയോർക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ, സാമ്പത്തിക മേഖലയിലും മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ, ലോകം മുഴുവൻ ഒരു ഭീകരമായ സാമ്പത്തിക മാന്ദ്യത്തെ അഭിമുഖീകരിച്ചപ്പോഴും വളർച്ചയുടെ ഒരൊറ്റപ്പെട്ട തുരുത്തായി, ഒരു പച്ച തുരുത്തായി ഭാരതം മാറുന്നത് കണ്ടപ്പോഴും ഭാരതത്തെ അടിച്ച് തകർക്കണം എന്ന് ചിലർക്ക് തോന്നി. അതാണ് 2 പ്രധാനപ്പെട്ട ലോകമഹാശക്തികൾ ബംഗ്ലാദേശിനെ അവരുടെ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് പ്രവർത്തിച്ചതെന്ന് നേരത്തെ നമ്മൾ കേട്ടു. ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ നമ്മളെല്ലാവരും കേട്ടു. ഇതിനോടൊപ്പം തന്നെ അവിടുത്തെ ഇസ്ലാമിക ഭീകരവാദികളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ആ ഘടകം വീണ്ടും ബംഗ്ലാദേശിൽ ആ പഴയ വംഗബന്ധുവായ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാനൊക്കെ പറഞ്ഞു പഠിപ്പിച്ച ബംഗ്ലാ വീര്യം ഉയരുകയാണ്. ആ വംഗവീര്യത്തിന് ഭാരതീയതയുമായിട്ടാണ് ബന്ധം, പാകിസ്ഥാൻ്റെ ഇസ്ലാമിക ഭീകരതയുമായിട്ടല്ല ബന്ധം. അത് ഉയർന്നു വന്നപ്പോഴാണ് എല്ലാ മേഖലയിലൂടെയും ഒരു നീരാളിപ്പിടുത്തത്തിലൂടെ ഈ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന, ശരിക്കും മുഹമ്മദ് യൂനുസിന് ഈ നോബൽ പ്രൈസ് കൊടുക്കാമെങ്കിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനൊക്കെ 4 എണ്ണമെങ്കിലും കൊടുക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു പക്ഷേ സുകുമാരൻ നായർക്ക് ചുരുങ്ങിയത് അതിൽ നിന്നൊരു 2 എണ്ണം കുറച്ചെങ്കിലും കൊടുക്കാം. അത്രയൊക്കെ ഉള്ളൂ ഈ സെൽഫ് ഫൈനാൻസിങ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തിനാണ് അദ്ദേഹത്തിന്. എന്നാൽ പിന്നെ സാമ്പത്തിക ശാസ്ത്രത്തിന് കൊടുക്കണ്ടേ? അത് കൊടുത്തില്ല. സാമ്പത്തിക ശാസ്ത്രത്തിനല്ല കൊടുത്താൽ പിന്നെ പലരും ചോദ്യം ചെയ്യും അതിനെ. അത് കൊടുത്ത സമാധാനത്തിനാണ്. അങ്ങേരാണ് ഈ അറുങ്കൊലയ്ക്ക് മുഴുവൻ നേതൃത്വം ഇരിക്കട്ടെ, ആ വിഷയം അതല്ല. പക്ഷേ അവിടെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ, ചിന്തിക്കുന്ന സാംസ്കാരിക നായകന്മാരുടെ ഇടയിൽ വീണ്ടും അവരുടെ ഉള്ളിൽ ഈ ശക്തമായൊരു വിചാരം വളർന്നു തുടങ്ങിയിരിക്കുന്നു. അത് നിലയുറപ്പിക്കും എന്ന തോന്നലിലേക്ക് എത്തുമ്പോഴാണ് ഈ വൻതോതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. ഗ്രാമീണ ബാങ്ക്, ഫോർഡ് ഫൗണ്ടേഷനും ക്ലിൻ്റൺ ഫൗണ്ടേഷനും ഒക്കെ അകമഴിഞ്ഞ് നൽകിയ $1,000 കോടി ഉപയോഗിച്ചുകൊണ്ട്
ഇസ്ലാമിക് ബാങ്ക് ലോക ഇസ്ലാമിക മത സാമ്പത്തിക കേന്ദ്രങ്ങൾ കൈയയച്ച് നൽകിയ പണത്തിൻ്റെ പിൻബലം കൊണ്ട് ഹിസ്ബുത്ത് പോലെയുള്ള സംഘടനകൾ, ടെറാറെ പോലുള്ള സംഘടനകൾ അവരുടെ മതഭീകര പ്രവർത്തനത്തിലൂടെ, ഇതിനെല്ലാം അപ്പുറത്ത് നാഷണൽ എൻഡോമെൻറ്റ് ഫോർ ഡെമോക്രസി പോലെയുള്ള NGOs കാലങ്ങളായി നടത്തിയ പരിശീലനങ്ങളിലൂടെ അതിനെ അട്ടിമറിക്കുക ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, പാകിസ്ഥാനിൽ സിന്ധു പ്രവിശ്യയിലും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളെ നമുക്കറിയാം. ബംഗ്ലാദേശിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ആകത്തുള്ള ഒരു മുന്നേറ്റത്തിനുള്ള അരങ്ങൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർത്തും നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല, അത് വീണ്ടും തിരിച്ചു വരിക തന്നെ ചെയ്യും, അതൊരു സംശയമില്ല, തിരിച്ചു വരിക തന്നെ ചെയ്യും. അപ്പം അതിനെ തകർക്കാനുള്ള പരിശ്രമം ആഗോള ശക്തികളും അതേപോലെ ഇസ്ലാമിക ഭീകര ശക്തികളും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പിന്തുണയോടുകൂടി, ഞാൻ ഈ നേരത്തെ പറഞ്ഞ നാഷണൽ എൻഡോമെൻറ്റ് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന ഈ NGO, ഈ ഭീകര പരിശീലനങ്ങളൊക്കെ നടത്തുന്ന, സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള പരിശീലനം നൽകുന്ന, പ്രസംഗിക്കുമ്പോൾ ഊന്നേണ്ടത് ഏത് വാക്കിലാണെന്ന് പ്രസംഗിക്കുന്ന, മുദ്രാവാക്യം വിളിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന, മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഡോള് കൊട്ടേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന വലിയ ക്യാമ്പുകളൊക്കെ നടത്തി. അതൊക്കെ നമ്മുടെ ഭാരതത്തിലും നടത്തിയിരുന്നു. JNUവിലൊക്കെ ആസാദി മുദ്രാവാക്യമൊക്കെ വരുമ്പോൾ ഈ പാറ്റേൺ നമുക്ക് കാണാം. ആ പാറ്റേൺ അനുസരിച്ചുള്ള പരിശീലനങ്ങൾ നടത്തി അതിനെ അടിച്ചമർത്താൻ കൂടിയിട്ടാണ് നടത്തി. അതുകൊണ്ടാണ് അവരുടെ ആക്രമണങ്ങളുടെ രീതി നോക്കൂ. സെപ്റ്റംബർ മാസം അവസാനം ഢാക്ക യൂണിവേഴ്സിറ്റിയിലെ മധുർ ക്യാൻറ്റീൻ ആക്രമിക്കപ്പെട്ടു. ഢാക്ക യൂണിവേഴ്സിറ്റിയോളം തന്നെ പഴക്കമുള്ളതാണ് മധുർ ക്യാൻറ്റീൻ. മധുർ ക്യാൻറ്റീൻ മധുസൂദൻ ഡേ എന്ന് പറയുന്നതായ 71 പോരാട്ട കാലത്ത് മുക്തിവാഹിനിയോടൊപ്പം ചേർന്ന് നിന്ന് ബംഗ്ലാദേശിൻ്റെ മുക്തിക്ക് വേണ്ടി പൊരുതിയതിൻ്റെ പേരിൽ ജമായത്തെ ഇസ്ലാമിക്കാരെ വധശിക്ഷയ്ക്ക് വിധിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ക്യാൻറ്റീനാണ്. ആ ക്യാൻറ്റീൻ്റെ ഉള്ളിലേക്കാണ് ഒരു പശുവിനെ കൊണ്ടുവന്ന് ഗോഹത്യ നടത്തി ബീഫ് വിതരണം ചെയ്തുകൊണ്ട് ആക്രമണം നടത്തിയത്. അപ്പോൾ എവിടേക്കാണ് ആക്രമണത്തിൻ്റെ കുന്തമന പോകുന്നതെന്ന് നോക്കൂ. അപ്പോൾ അവിടെയും അതിശക്തമായ വികാരം, ആ വികാരത്തിന് യൂണിവേഴ്സിറ്റികളിൽ ഒരു വിഭാഗം കുട്ടികളെങ്കിലും തയ്യാറാകുന്നു. അതിനൊക്കെ എതിരായിട്ട് കൂടിയാണ് ഈ വലിയ അട്ടിമറി നടന്നത്. ഇങ്ങനൊരു വലിയൊരു വൈചാരിക പരിസരം ഇതിനുണ്ട് എന്ന് പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് വായു പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പം കാണുന്ന ഈ പ്രശ്നങ്ങളോ, പാകിസ്ഥാനിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഭീകരതയോ, ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന അരാജകത്വമോ, ബംഗ്ലാദേശിൽ എന്തെങ്കിലും ഭരണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ചീഫ് അഡ്വൈസർ എന്നൊക്കെ പറഞ്ഞിരിക്കുക. ഈ ചീഫ് അഡ്വൈസർ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഇങ്ങോട്ട് അഡ്വൈസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പട്ടാളത്തെ അഡ്വൈസ് ചെയ്യുകയാണോ, അവിടുത്തെ ജമായത്ത് ഇസ്ലാമിയെ അഡ്വൈസ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഹിസ്ബത്തുൽ ടെററെ അഡ്വൈസ് ചെയ്യുകയാണോ? ഏതായാലും ഭരണമില്ലാത്തൊരു അരാജകത്വാവസ്ഥ നിലനിൽക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് അമേരിക്കയിലെ ഭരണ വ്യതിയാനം. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, മുമ്പേ മുതലേ തന്നെ സജീവമായിക്കൊണ്ടിരുന്ന, ഉണർന്നുകൊണ്ടിരുന്ന ഒരു ഭാരതീയ സംസ്കാരത്തിൻ്റെ സ്വാധീനം ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും ശക്തമായി പുറത്തു വരും എന്ന് തന്നെയാണ്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, എനിക്ക് നിരാശയില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. ആത്മവിശ്വാസക്കുറവിൻ്റെയും ഒരാവശ്യവുമില്ല. നമ്മുടെ കൺമുമ്പിൽ ഒരു കാലത്ത് അസംഭവ്യമെന്ന് പറഞ്ഞത് വലുതും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തിനാണ് നിരാശപ്പെടേണ്ടത്, ദുഃഖിക്കേണ്ടത്? ഭാരതം ചിരന്തനമാണ്. ടോയൻബി ഒക്കെ പറഞ്ഞതുപോലെ ലോകം തകരാതിരിക്കണമെങ്കിൽ ഭാരതം രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് നിയതിയുടെ നിശ്ചയം കൂടിയാണ് അത്.